Hi all, welcome to my channel. Today I'm here to discussing about nursing as a profession. As you know, nursing is a protection, promotion of health and prevention of illness and injury. So nowadays many people are choosing nursing as a profession. What do you mean by profession? A profession is an occupation, so nursing profession have such qualities and functions. Do you want to become a good nurse? You must have some qualities as well as you have to follow some rules. So in this session we are going to deal about nursing as a profession, qualities of a professional nurse and responsibilities of a nurse. We have already covered functions and responsibilities of nursing in last class. In this we are going to deal nursing as a profession. A profession is an occupation that requires extensive training and has ongoing research. This is the definition of profession. A profession is an occupation that requires extensive training and has ongoing researches. ഒരു പ്രൊഫഷൻ എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ഒരു ജോലിനെയാണ് അല്ലെങ്കിൽ കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിച്ചുകൊണ്ടുള്ള ഒരു ജോലിനെയാണ് നമ്മൾ പ്രൊഫഷൻ എന്ന് പറയുന്നത്. ആൻഡ് ട്രെയിനിങ് ഈസ് ഗിവൺ ഇൻ ഹൈ ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. നഴ്സിംഗ് ഏതൊരു പ്രൊഫഷൻ ആവട്ടെ, പ്രൊഫഷനുള്ള എഡ്യൂക്കേഷൻ കൊടുക്കുന്നത് ഹയർ ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് പ്രത്യേകം സജ്ജമാക്കിയിട്ടുള്ള ടീച്ചേഴ്സൊക്കെ കൊണ്ടാണ് ഈ ഒരു പ്രൊഫഷൻ എന്നുള്ള ഓക്യുപ്പേഷന് ട്രെയിനിങ് കൊടുക്കുന്നത്. Nursing profession is an essential part of the society from which has grown. It is service oriented. Nursing profession is an essential part of the society. നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു പ്രൊഫഷൻ തന്നെയാണ് നഴ്സിംഗ് പ്രൊഫഷൻ എന്ന് പറയുന്നത്. അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രൊഫഷൻ ടോട്ടലി സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ളതാണ്. The aim of the nursing community worldwide is to develop the profession guided by continuing education based on nursing research and to regulate standards of competency and ethics. There are a number of educational paths for becoming a professional nurse. ചുമ്മാ അങ്ങ് ഒരാൾ കയറി ട്രെയിൻ ചെയ്ത് നേഴ്സ് ആവാൻ പറ്റില്ല. There are a number of educational paths for becoming a professional nurse. ഒരു പ്രൊഫഷണൽ നേഴ്സ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനും കുറച്ച് വഴികൾ കടമ്പകളൊക്കെ ഉണ്ട്. അത് കടന്നാൽ മാത്രമേ നഴ്സിംഗ് പ്രൊഫഷനിലേക്ക് എത്തിച്ചേരാൻ പറ്റുകയുള്ളൂ. ലോകമെമ്പാടുമുള്ള കമ്മ്യൂണിറ്റി, അതായത് നഴ്സിംഗ് കമ്മ്യൂണിറ്റി ഓരോ ഭാഗങ്ങളിലായിട്ട്, ലോകത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലായിട്ട് പലതരം നഴ്സിംഗ് റിസർച്ചസിലാണ്. അതായത് ഇൻ ഓർഡർ ടു പ്രൊട്ടക്റ്റ് അവർ റൈറ്റ്സ്, നമ്മൾ റൈറ്റ്സ് പ്രൊട്ടക്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മളെ കെയറിൻ്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യിക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരുപാട് റിസർച്ചിലാണ് നഴ്സിംഗ് എഡ്യൂക്കേറ്റേഴ്സ് ആവട്ടെ, നഴ്സിംഗ് ഡോക്ടേഴ്സ് ആവട്ടെ, എല്ലാവരും തന്നെ അതിനുള്ള പരിശ്രമത്തിലാണ്. There are number of paths for becoming a professional nurse. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെറുതെ പെട്ടെന്ന് ഒരിക്കൽ ഈ ഒരു പ്രൊഫഷൻ ഒരാൾ രൂപം കൊടുത്തതല്ല. ഒരാൾക്ക് നഴ്സിംഗ് പ്രൊഫഷൻ അങ്ങനെ ചൂസ് ചെയ്യാനും പറ്റില്ല. അതിന് ഒരുപാട് കടമ്പകളുണ്ട്, കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അങ്ങനെയാണ് നമ്മൾ നഴ്സിംഗ് പ്രൊഫഷനിലേക്ക് എത്തുന്നത്. എ പ്രൊഫഷൻ ഈസ് ആൻ ഒക്യുപ്പേഷൻ ദാറ്റ് റിക്വയർസ് എക്സ്റ്റെൻസീവ് ട്രെയിനിങ് ആൻഡ് ഹാസ് ഓൺഗോയിങ് റിസർച്ചസ്. This is all about nursing as a profession. Then next one we can see what are the qualities of a professional nurse. As I said earlier, nursing is an art and science. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നഴ്സിംഗ് എന്ന് പറയുന്നത് it's an art and science. Some of the essential qualities of nurses are mentioned here. That are, first one, love for the fellow man. Which means we can't simply say that we love others. We must show it by what we do. നമുക്ക് എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എനിക്ക് നിങ്ങളൊക്കെ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് സിംപ്ലി
വേണമെങ്കിൽ പറയാം. പക്ഷെ അത് മീൻ ചെയ്യുന്നത് അല്ലെങ്കിൽ അത് പ്രാവർത്തികമാവുന്നത് ഇറ്റ് മസ്റ്റ് ബി ഷോ ഇറ്റ് ബൈ വാട്ട് വി ഡു. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ അത് ആ സ്നേഹം പ്രകടിപ്പിക്കണം. അപ്പോൾ പാവപ്പെട്ട മനുഷ്യരാണ് നമ്മളെടുത്ത് മോസ്റ്റ്ലി അസുഖമായിട്ടുള്ള പല എക്കണോമിക്കൽ സ്റ്റാറ്റസിലുള്ള ആളുകളാണ് നമ്മളെടുത്ത് കെയറിന് വേണ്ടി വരുന്നത്. സോ ഷോ സം ലവ് ഫോർ ദ ഫെല്ലോ മാൻ is an important quality of a nurse. The next one is care for the others in a professional way. It includes sympathy and empathy. നിങ്ങൾ പലപ്പോഴായിട്ട് കേട്ടിട്ടുണ്ടാവും സിമ്പതി, എമ്പതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. വാട്ട് യു മീൻ ബൈ എമ്പതി? എമ്പതി ഈസ് സമാനുഭാവം. സമാനുഭാവം എന്നാണ് മലയാളത്തിൽ എമ്പതിനെ പറയുന്നത്. ആൻഡ് എമ്പതി ഈസ് സ്ട്രോങ്ങർ ദാൻ സിമ്പതി. സിമ്പതിനെക്കാട്ടും കുറച്ചും കൂടി സ്ട്രോങ്ങർ ആയിട്ടുള്ള ആളാണ് എമ്പതി എന്ന് പറയുന്നത്. ഇറ്റ് ഗോസ് ബിയോണ്ട് ഫീലിംഗ് കമ്പാഷൻ ഫോർ ദെയർ ലോസ്. ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു പുട്ട് യുവർ സെൽഫ് ഇൻ ദ പ്ലേസ് ഓഫ് അനദർ ആൻഡ് അണ്ടർസ്റ്റാൻഡ് സംവൺ എൽസ് ഫീലിംഗ് ബൈ ഐഡന്റിഫൈങ് വിത്ത് ദം. ഇവിടെ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഹൗ ടു ബി എംപതറ്റിക്, ഹൗ ടു ബി സിമ്പതറ്റിക്. ഒരു ആളുടെ ഒരു പാവ പൊട്ടിപ്പോയി, എന്തോ സാധനം പൊട്ടിപ്പോയി. അപ്പോൾ നമ്മൾ പറയോ കഷ്ടമായിപ്പോയി, അത് പൊട്ടിപ്പോയി, അയ്യോ പാവം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് സിമ്പതി, വിച്ച് മീൻസ് ടു ഫീൽ വിത്ത് അതേഴ്സ്. എന്താണോ ബാക്കിയുള്ളവർ ഫീൽ ചെയ്യുന്നത് അതിൽ നമ്മൾ നമ്മുടെ ഒരു സഹാനുഭൂതി, സിമ്പതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഹാനുഭൂതി പ്രകടമാക്കുന്നു. ഇറ്റ് ഇൻവോൾവ്സ് ഫീലിംഗ് ഓഫ് കമ്പാഷൻ, സോറോ, സാഡ്നെസ് ഓർ പിറ്റി ഫോർ അനദർ പേഴ്സൺ ആൻഡ് അനദർ പീപ്പിൾ who are facing difficult circumstances. When you feel sorry for someone, you have sympathy for that person. അപ്പോൾ നിങ്ങൾ അയ്യോ സോറി എന്ന് പറഞ്ഞാൽ you have sympathy for that person. ആ ഒരു പേഴ്സണോട് നിങ്ങൾക്ക് കാണിക്കുന്നത് സഹാനുഭൂതിയാണ്. അയ്യോ കഷ്ടമായി പോയി എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ ദാറ്റ് ഈസ് സിമ്പതി. അതാണ് ഇവിടെ കാണിക്കുന്നത്. ഒരാളുടെ സാധനം പൊട്ടിപ്പോയപ്പോൾ നമ്മൾ പറയോ കഷ്ടമായിപ്പോൾ, നല്ല സാധനമായിരുന്നു, അയാൾക്ക് വളരെ ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചതായിരുന്നു, അല്ല അയാളുടെ കുഞ്ഞിന് കൊടുക്കാൻ പറ്റുന്നതായിരുന്നു എന്നൊക്കെ നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് ഫീൽ ചെയ്യുന്നത് എന്താണ്? വി ആർ ഫീലിംഗ് സോറി ഫോർ ദാറ്റ്. നമ്മൾ അതിന് അയ്യോ പ്ലീസ് ചെയ്യാണ്. അപ്പം അതിനെയാണ് നമ്മൾ സിമ്പതി എന്ന് പറയുന്നത്. whereas in empathetic situation, being able to understand another's needs and another's feelings. In this empathy, it is the ability to put yourself in place of another and understand someone else's feeling. ഇതിനകത്ത് നിങ്ങൾക്ക് അയാളുടെ പ്രശ്നങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങളായി കണ്ടുകൊണ്ട് അത് പരിഹരിക്കാനുള്ളൊരു സഹാനുഭൂതി അല്ല സമാനുഭാവം ഉണ്ടാവും. ദാറ്റ് ഈസ് എമ്പതി. അപ്പൊ സിമ്പതിയും എമ്പതിയും മനസ്സിലായോ? എമ്പതി മീൻസ് സമാനുഭാവം ആൻഡ് സിമ്പതി മീൻസ് സഹാനുഭൂതി. Empathy meaning being able to understand another's needs and feelings, that is putting yourself in that situation and feelings. ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ കാണാൻ പറ്റുകയും അതിന് അനുസൃതമായിട്ട് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത്തരം സിറ്റുവേഷനെ അല്ലെങ്കിൽ അത്തരം ഫീലിങ്സിനെ നമുക്ക് എംപതി എന്ന് പറയാം. whereas in sympathy it means to feel with others. It is an emotional involvement with other people. Just ഒരു ഇമോഷണൽ ഇൻവോൾവ്മെന്റ് മാത്രമേ ഉള്ളൂ സിമ്പതിയിൽ. നമ്മളൊരു സഹാനുഭൂതി മറ്റുള്ളവരോട് പ്രകടിപ്പിക്കുന്നു, അതാണ് സിമ്പതി. അപ്പൊ നഴ്സിംഗ് ഫീൽഡിൽ നമുക്ക് സിമ്പതിയും വേണം, നമുക്ക് എംപതിയും ആവശ്യമുണ്ട്. അപ്പോൾ എംപതി ഈസ് സ്ട്രോങ്ങർ ദാൻ സിമ്പതി. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി നല്ല രീതിയിൽ സിമ്പതി കുറവും എംപതി കൂടുതലുമാണ് നഴ്സിംഗ് ഫീൽഡിൽ വേണ്ടത്. ദെൻ റെസ്പെക്ട് ഫോർ അതേഴ്സ്. ബാക്കി എല്ലാവരെയും റെസ്പെക്ട് ചെയ്യുക. സ്പീക്ക് ടു ദ പേഷ്യന്റ് വിത്ത് റെസ്പെക്ട്. ഗിവ് റെസ്പെക്ട് ടു ഓൾ ദ പേഴ്സണൽസ്. ചാടിക്കേറി എല്ലാവരോടും ഒരുപാട് ഫ്രസ്ട്രേഷൻസ് ഒക്കെ നമുക്കും നഴ്സുമാർക്കും ഉണ്ടാവാം. പക്ഷേ വി ഹാവ് ടു ഷോ സം റെസ്പെക്ട് ടു അതർ പീപ്പിൾ. സ്പീക്ക് ടു ദ പേഷ്യന്റ് വിത്ത് റെസ്പെക്ട്, ഗിവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട്. ദ നെക്സ്റ്റ് വൺ ഈസ് courtesy. Courtesy means something like കടപ്പാട്. The behavior of the nurse should be courtesy even when he rejects you efforts in treatment and care. നമുക്ക് നമ്മുടെ പേഷ്യന്റിന്റെ അടുത്തൊരു കടപ്പാടുണ്ട്. ഈവൻ അയാൾ എനിക്ക് നിങ്ങളുടെ ഒരു കെയറും വേണ്ട, ഞാൻ നിങ്ങളെ പരിചരണത്തിന് ഞാൻ നിൽക്കില്ല എന്ന് പറഞ്ഞാലും വി ഹാവ് സം courtesy towards that patient. അപ്പോൾ നമ്മൾ അവരെ
കെയർ ചെയ്യാൻ വേണ്ടി പ്രതിജ്ഞാബദ്ധരാണ്. ഇറ്റ് ഈസ് ദ ഷോയിങ് ഓഫ് പൊളൈറ്റ്നെസ് in one's attitude and behavior towards another. We are showing some politeness in one's attitude and behavior towards another. That is courtesy. കടപ്പാട് എന്നൊക്കെ പറയുന്നത്, നമുക്ക് അവരോട് ഒരു കടപ്പാടുണ്ട്. Then next quality is patience. Patience means ക്ഷമ. Nurse should have patience while taking care of patient with different emotional feelings. Example, patient may show anger because of his illness, but the nurse should not react in the same manner. പേഷ്യൻസ് എന്ന് പറയുന്നത് നമ്മളെ പ്രൊഫഷണൽ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ക്വാളിറ്റി തന്നെയാണ്. നഴ്സ് ഷുഡ് ഹാവ് പേഷ്യൻസ് വൈൽ ടേക്കിംഗ് കെയർ ഓഫ് ദ പേഷ്യൻറ്റ്, ബിക്കോസ് എവറി പേഷ്യൻറ്റ് ഈസ് കമ്മിങ് ഫ്രം ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ് ആൻഡ് ദേ ഹാവ് ഡിഫറെൻറ്റ് ഇമോഷണൽ റിയാക്ഷൻസ് അല്ലേ. ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ സോ അവരെല്ലാവരും ഡിഫറെൻ്റ് ആയിരിക്കും, അവർ ഇമോഷൻസ് പ്രകടിപ്പിക്കുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും, അവരുടെ വാക്കുകൾ അവർ ഉപയോഗിക്കുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. സോ വി ഷുഡ് ഹാവ് പേഷ്യൻസ്. പേഷ്യൻ്റ് മേ ഷോ സം ആങ്കർ ബിക്കോസ് ഓഫ് ഹിസ് ഇൽനെസ്. ചിലപ്പോൾ അവരുടെ ഇൽനെസ്സിൻ്റെ കാരണമായിട്ട് അവർ ചിലപ്പം ദേഷ്യപ്പെട്ടേക്കാം, അല്ലെങ്കിൽ അവർ നമ്മളെ കെയർ റിജക്റ്റ് ചെയ്തേക്കാം. അങ്ങനെ വല്ലതും ചെയ്താലും we should not react in the same manner. നമ്മളും സെയിം മാനറിൽ തന്നെ ഒരിക്കലും അവരോട് പെരുമാറരുത്. So patient is another quality of a nurse. The next one is cooperation. Cooperate with other personnel, an important quality of a nurse. Cooperate with other personnel inside and outside in the department and effort to give good nursing care even when there is a conflict or misunderstanding. അപ്പം നമ്മുടെ സഹകരണ മനോഭാവം, അതാണ് കോപ്പറേറ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, സഹകരിക്കുക. അപ്പം നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ചെറിയ ചെറിയ കോൺഫ്ലിക്ട്സുകളൊക്കെ സ്വാഭാവികമാണ്, മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഒക്കെ ഉണ്ടാവും. അതെല്ലാം മനുഷ്യന്മാർക്ക് ഉണ്ടാവുന്ന കുറച്ച് കാര്യങ്ങളാണ്. സോ വി ഹാവ് ടു കോപ്പറേറ്റ് വിത്ത് ദ അതർ പീപ്പിൾ. അവരോട് പോയി സോറി പറഞ്ഞ് അത് സോൾവ് ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കാം. The next one is impartial. Impartial means നിഷ്പക്ഷമായ, നിഷ്പക്ഷത എന്നൊക്കെ പറയില്ലേ. No partiality to be shown towards the patient's religion, color, creed, language, background, even when your personal prejudices are strong. Impartial എന്ന് പറഞ്ഞാൽ ഒരു പേഷ്യൻറ്റിനോടും നമ്മൾ പാർഷ്യാലിറ്റി കാണിക്കാൻ പാടില്ല. ചിലപ്പോൾ നമ്മളെ ഉള്ളിൽ സ്ട്രോങ് പ്രെജുഡൈസസ് ഉണ്ടാവും. നമ്മൾ ചിലപ്പോൾ ഹയർ ക്ലാസ്സിലുള്ള ആളുകളായിരിക്കും, അല്ലെ എക്കണോമിക്കലി കുറച്ചും കൂടി ഉള്ളവരാണെങ്കിൽ ഒന്നിൻ്റെ പേരിലായാലും എന്തിൻ്റെ പേരിലായാലും നിഷ്പക്ഷത അല്ലെങ്കിൽ ഇംപാർഷ്യാലിറ്റി എന്ന് പറയുന്നത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഒരാൾക്കും അധിക പരിഗണന കൊടുക്കരുത്, ഒരാളെയും നമ്മൾ പരിഗണിക്കാതിരിക്കുകയും അരുത്. അപ്പോൾ nurse should have the quality of impartial, which means no partiality to be shown towards the patient's religion. എന്തിൻ്റെ പേരിലാണെങ്കിലും, ജാതിൻ്റെ പേരിലാണെങ്കിലും അവരുടെ നിറത്തിൻ്റെ പേരിലാണെങ്കിലും എന്തിൻ്റെ പേരിലാണെങ്കിലും we should not show any partiality. നമ്മൾ ഒരു തരത്തിലുള്ള പാർഷ്യാലിറ്റിയും കാണിക്കാൻ പാടില്ല. The next one is commitment. Putting service above the personal gain, which means commitment എന്ന് പറഞ്ഞാൽ എന്താണ്? The state or quality of being dedicated to a nurse activity, etc. We have the quality of commitment, അതായത് ഡെഡിക്കേഷൻ. നമ്മളെ ജോലിയോടുള്ള ഒരു ആത്മാർത്ഥത നമ്മൾ പുലർത്തണം. നമ്മളെ പേഴ്സണൽ ഗെയിൻ, നമുക്ക് ഈവൻ റെമ്യൂണറേഷൻ കിട്ടുന്നുണ്ട്, നമുക്ക് പൈസ കിട്ടുന്നുണ്ടെങ്കിൽ കൂടി അതിന് ഉപരിയായിട്ടുള്ളൊരു സർവീസ് നമ്മൾ വെച്ച് പുലർത്തണം. പ്രതിബദ്ധത, പ്രതിജ്ഞാബദ്ധത എന്നൊക്കെ പറയും. അതാണ് കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് another quality of a nurse is poise, which means be stable and well balanced, which means it is a balance or equilibrium, സമനില പാലിക്കുക. Nurse should be able to control the emotions. നമ്മുടെ മനസ്സിലും ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ
ഓരോരോ ഇൻഡിവിജ്വലാണ്. അപ്പോൾ മേ ബി നമുക്കും ഫ്രസ്ട്രേഷൻസും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. പക്ഷേ വി ഹാവ് ടു ബി സ്റ്റേബിൾ ആൻഡ് വെൽ ബാലൻസ്ഡ്. നമ്മുടെ ഉള്ളിലും നമ്മൾ സ്റ്റേബിൾ ആയിരിക്കണം, ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടേ ഇരിക്കണം. പൊട്ടിത്തെറിക്കാൻ പാടില്ല, അല്ലെങ്കിൽ പൊട്ടിക്കരയാൻ പാടില്ല, പൊട്ടിച്ചിരിക്കാൻ പാടില്ല. ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഇരിക്കണം. നേഴ്സ് ഷുഡ് ബി ഏബിൾ ടു കൺട്രോൾ ദ ഇമോഷൻ. നമ്മൾ ഇമോഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ആളുകളായിരിക്കണം. Then next one is self-discipline. Self-discipline എന്ന് പറഞ്ഞാൽ എന്താ? Following certain accepted rules and regulations for the way in which you live and work. We should follow some rules and regulations. അതാണ് സെൽഫ് ഡിസിപ്ലിൻ എന്ന് പറയുന്ന. മര്യാദ ഉള്ളവർ ആയിട്ടിരിക്കുക. കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഹോസ്പിറ്റൽസിൽ പാലിക്കുന്നുണ്ട്. അതെല്ലാം പാലിക്കാൻ വേണ്ടിയിട്ട് നഴ്സുമാരും പ്രതിജ്ഞാബദ്ധരാണ്. Then next one is honesty. സത്യസന്ധത. Being truthful, sincere and fair. സത്യസന്ധത, വിശ്വസ്തരായിരിക്കാം. സത്യസന്ധത പാലിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. സത്യത്തിന്റെ കൂടെ മാത്രം നിൽക്കുക. The next one is personal appearance. A nurse will have a strong influence upon the work and relationship. A neat, clean and pleasant appearance should always be practiced. So personal appearance is another quality of a nurse. നമുക്ക് ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ ഇഷ്ടമുള്ള പോലെ ഇട്ടിട്ട് വരാനുള്ള ഒരു അധികാരമില്ല. We should wear a neat, clean, pleasant appearance യൂണിഫോം. ഏതാണോ നമ്മുടെ ഹോസ്പിറ്റൽ യൂണിഫോം അത് പ്ലസന്റ് ആയിട്ടുള്ള, ക്ലീൻ ആയിട്ടുള്ള, നീറ്റ് ആയിട്ടുള്ള ഒരു യൂണിഫോം ഇട്ട് വരാൻ വേണ്ടി ശ്രദ്ധിക്കുക. കൂടെ ഒരു പുഞ്ചിരിയും കൂടി. ഇതാണ് പേഴ്സണൽ അപ്പിയറൻസിന്റെ കാര്യത്തിൽ പറയാനുള്ളത്. നെക്സ്റ്റ് വൺ ഇസ് കറേജ്. ഇറ്റ് മീൻസ് ടു ബി ബ്രേവ്. കുറച്ച് ധൈര്യമുള്ള ആള് ആയിട്ടിരിക്കുക. ഇറ്റ് മീൻസ് എന്നാണ്, മെൻസ് എന്നാണ് എഴുതിയേക്കുന്നത്. മീൻസ് എന്ന് തിരുത്തി വായിക്കാൻ അപേക്ഷ. MEANS. A commitment to the profession and confidence in one's own knowledge and ability to practice nursing often will help to give courage when it is needed. The profession nurse must be brave enough to face any situation. We have to be brave enough to face any situations. ഇപ്പോൾ ഏത് തരത്തിലുള്ള സിറ്റുവേഷൻസ് ആണെങ്കിലും we have to be brave enough to face that situation. ഏത് സിറ്റുവേഷൻ ആണെങ്കിലും അത് സ്വീകരിക്കാനുള്ള, അല്ലെങ്കിൽ അത് ഫേസ് ചെയ്യാനുള്ള ഒരു ധൈര്യം ഉണ്ടായിരിക്കുക എന്നുള്ളത് വളരെ വേണ്ടപ്പെട്ട ഒരു ക്വാളിറ്റിയാണ്. കാരണം നഴ്സുമാരാണ് ഒരുപാട് എമർജൻസി സിറ്റുവേഷൻസ്, പലതരത്തിലുള്ള അപകടങ്ങളും പലതരത്തിലുള്ള ഇഞ്ചുറീസും ആയിട്ട് വരുന്നിട്ടുള്ള പേഷ്യൻസിനെയൊക്കെ കാണേണ്ടതായിട്ട് വരുന്നുണ്ട്. സോ courage is another quality of a nurse. The next one is health. It's a very important quality. Health എന്ന് പറഞ്ഞാൽ ആരോഗ്യം. ഇപ്പൊ നമ്മള് നഴ്സുമാര് ബാക്കിയുള്ളവരെ ശുശ്രൂഷിക്കാൻ പോവുകയാണെങ്കിലും the nurse's physical, mental and spiritual health will have a strong influence everything she or he does. She should be healthier. നഴ്സുമാര് പരിചരിക്കാൻ പോകുന്ന നഴ്സുമാർക്ക് ആദ്യം മെന്റലി, ഫിസിക്കലി ആൻഡ് സ്പിരിച്വലി അവര് ഹെൽത്തി ആയിരിക്കണം. മാനസികപരമായിട്ടുള്ളതും ശാരീരികപരമായിട്ടുള്ളതും ആരോഗ്യം അവർ കൈവരിച്ചിട്ടുണ്ടാവണം. അപ്പൊ അവരുടെ കാര്യത്തിലും കുറച്ച് അങ്ങനെയുള്ള ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ ട്രീറ്റ് ചെയ്ത് മാറ്റണം. സോ ദാറ്റ് ദേ ക്യാൻ ട്രീറ്റ് അതർ പീപ്പിൾ. ബാക്കിയുള്ളവരെ എങ്കിൽ മാത്രമേ നമുക്ക് ശുശ്രൂഷിക്കാൻ പറ്റുകയുള്ളൂ. Then next one is loyalty, which means vishwasthata. Show your loyalty by not talking bad about institution or organization where you are working. വിശ്വസ്തത എന്ന് പറയുമ്പോൾ വിശ്വസ്തരായിരിക്കാം. നമ്മൾ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലാണോ വർക്ക് ചെയ്യുന്നത്, വി ഷുഡ് നോട്ട് ടോക്കിംഗ് ബാഡ് അബൌട്ട് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ. ആ ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റി ഒരിക്കലും ചീത്ത വാക്കുകൾ അല്ലെങ്കിൽ മോശം വാക്കുകൾ പറയാതിരിക്കുകയും നല്ല കാര്യങ്ങൾ മാത്രം, ആ സ്ഥാപനത്തിന് വേണ്ടി നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യുകയും കൂടി ചെയ്യുക. ദാറ്റ് ഈസ് മീൻ ബൈ ലോയാലിറ്റി. ഇപ്പൊ
ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റിയാണ് ലോയാലിറ്റി എന്ന് പറയുന്നത്, വിച്ച് മീൻസ് വിശ്വസ്തത. ദെൻ ലാസ്റ്റ് വൺ ഇസ് പങ്ക്ച്വാലിറ്റി. ദ ഡേ ഷുഡ് ബിഗിൻ വിത്ത് പങ്ക്ച്വാലിറ്റി, സമയനിഷ്ഠ. 8 മണിയുള്ള ഡ്യൂട്ടി ആണെങ്കിൽ 8 മണിക്ക് മുമ്പേ തന്നെ എത്തിച്ചേരാൻ വേണ്ടി ശ്രദ്ധിക്കുക. സമയനിഷ്ഠ പാലിക്കുക എന്ന് പറയുന്നത് വളരെ വളരെ വലിയൊരു ക്വാളിറ്റി തന്നെയാണ്. ദ ഡേ ഷുഡ് ബിഗിൻ വിത്ത് പങ്ക്ച്വാലിറ്റി. നഴ്സ് ഷുഡ് adhere to correct timing in every aspects of her life. അത് വന്ന് പഞ്ച് ചെയ്യുന്നതിന് മാത്രമല്ല, എല്ലാ കാര്യത്തിലും പേഷ്യൻസിന് മെഡിക്കേഷൻ കൊടുക്കുന്നതാവട്ടെ, എല്ലാ കാര്യങ്ങളിലും പങ്ക്ച്വാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാം. ദീസ് ഓൾ അബൌട്ട് ക്വാളിറ്റീസ് ഓഫ് എ നഴ്സ്. എത്ര ക്വാളിറ്റീസ് ഉണ്ട് അപ്പോൾ? ഫസ്റ്റ് വൺ ഇസ് ലവ് ഫോർ ദ ഫെലോ മാൻ, ദെൻ സിമ്പതി, എംപതി പറഞ്ഞു, കോർട്ടസി, പേഷ്യൻസ്, impartial, cooperative, commitment, poise, self-discipline, honesty, courage, personal appearance, health, loyalty, and punctuality. Okay, today we were discussed regarding nursing as a profession and qualities of a professional nurse. Thank you all.